Today we will be discussing path matrix. നമ്മളുടെ 5th മോഡ്യൂളിലെ അടുത്ത മെട്രിക്സ് ആണ്. ഗ്രാഫ് റെപ്രസെൻറ്റേഷനുള്ള നെക്സ്റ്റ് മെത്തേഡാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പാത്ത് മെട്രിക്സിൽ നമ്മൾ ആ ടേം ഡിനോട്ട് ചെയ്യുന്ന പോലെ തന്നെ പാത്ത്സിനെ ആയിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഓരോ പാത്തിനും നമ്മൾ ഓരോ റോ, ബാക്കി എഡ്ജസിനെല്ലാം നമ്മൾ കോളംസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ നേരത്തെ പറഞ്ഞ മെട്രിക്സുകളൊക്കെ പോലെ തന്നെ അനലോഗസ് ആണ്. ഡിഫറൻസ് എന്ന് വെച്ചാൽ റോ ആയിട്ട് വരുന്നത് പാത്തുകളായിരിക്കും. സോ പാത്ത് മെട്രിക്സ് ഈസ് എ 0-1 മെട്രിക്സ്. ഇതുവരെ നമ്മൾ പറഞ്ഞ മെട്രിക്സുകളെല്ലാം 0-1 മെട്രിക്സുകളായിരുന്നു, അല്ലെങ്കിൽ ബൈനറി മെട്രിക്സുകളായിരുന്നു. ദാറ്റ് മീൻസ് അതിലെ വാല്യൂസ് എന്തായിരിക്കും? ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 ആയിരിക്കും നമ്മുടെ മെട്രിക്സിലെ വാല്യൂസ്. അപ്പോൾ ഈ പാത്ത് മെട്രിക്സിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ എ സ്പെസിഫിക് പെയർ ഓഫ് വേർട്ടീസസ്. അപ്പോൾ ഒരു വെർട്ടെക്സ് പെയർ എടുത്തിട്ടാണ് നമ്മൾ പാത്ത് മെട്രിക്സ് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ പി ഓഫ് എക്സ് കോമ വൈ എന്നാണ് നമ്മൾ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ പി എന്ന് പറഞ്ഞ സിമ്പിൾ നമ്മളുടെ പാത്തിനെ ഡിനോട്ട് ചെയ്യുന്നു. ഇനി എക്സ് കോമ വൈ എന്തായിരിക്കണം? എക്സിൽ നിന്ന് വൈയിലേക്കുള്ള പാത്സിനെയാണ് നമ്മൾ ഈ മെട്രിക്സിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു വെർട്ടെക്സ് പെയർ, ആ വെർട്ടെക്സ് പെയർ തമ്മിലുള്ള പാത്സ് ഏതൊക്കെയാണോ ആ ഡിഫറെൻറ്റ് പാത്സിനായിരിക്കും നമ്മൾ ഈ പാത്ത് മെട്രിക്സിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ റോയും ഓരോ പാത്തിനെ ഡിനോട്ട് ചെയ്യും. അപ്പോൾ ദ റോസ് ഇൻ പി എക്സ് വൈ കറസ്പോണ്ട് ടു ഡിഫറെൻറ്റ് പാത്സ് ബിറ്റ്വീൻ ദ വേർട്ടീസസ് എക്സ് ആൻഡ് വൈ. അപ്പോൾ എക്സും വൈയും തമ്മിലുള്ള ഏതൊക്കെ പാത്തുകളുണ്ടോ അതെല്ലാം ഓരോ റോ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യും. ഇനി മെട്രിക്സിലെ കോളംസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പഴയ മെട്രിക്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ എഡ്ജസ് ആയിരിക്കും നമ്മൾ കോളംസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ പാത്ത് മെട്രിക്സ് പി വെച്ച് ഡിനോട്ട് ചെയ്യുന്നു ഫ്രം വേർട്ടെക്സ് എക്സ് ടു വെർട്ടെക്സ് വൈ. അപ്പോൾ എക്സ് ടു വൈ വേർട്ടെക്സിൽ ഏതെല്ലാം പാത്തുകളുണ്ടോ അതിനെല്ലാമാണ് നമ്മൾ ഈ മെട്രിക്സിനുള്ളിൽ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി പാത്ത് മെട്രിക്സിലെ ഓരോ ഇൻഡിവിജ്വൽ എലമെൻറ്റിനെയാണ് ഈ പി ഐ ജെ വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇറ്റ് ക്യാൻ ബി ഏതർ 0 ആവാം 1 ആവാം. ഇനി എപ്പോഴാണ് 1 ആവുക? ഈ ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളുടെ പാത്ത്. ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്ജ്. സോ ഐ പാത്തിൽ ജെത്ത് എഡ്ജ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 1, അതർവൈസ് 0. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോ ഒരു പാത്തിനെ ഡിനോട്ട് ചെയ്യുക. ആ പാത്തിനുള്ളിൽ ഒരു പർട്ടിക്കുലർ എഡ്ജ് ഉണ്ടെങ്കിൽ അതിന് 1 കൊടുക്കുക, ഇല്ലെങ്കിൽ 0 കൊടുക്കുക. സോ ദാറ്റ് ഈസ് പാത്ത് മെട്രിക്സ്. നമ്മുടെ കയ്യിലൊരു ഗ്രാഫ് ഉണ്ട്. അതിൻ്റെ അകത്ത് V1, V2, V3, V4, V5, V6 6 വെർട്ടീസുകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ പാത്ത് മെട്രിക്സ് V3 ടു V4 പാത്ത്സാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ V3, ഇതാണ് V4. അപ്പോൾ ഏതെല്ലാം ഓൾട്ടർനേറ്റ് മെത്തേഡ്സ് ഉണ്ടെന്ന് നോക്കുക. ഒന്നുകിൽ H ഫോളോഡ് ബൈ E, നമുക്ക് V3 ടു V4 എത്താം. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പാത്ത്. ഇനി സെക്കൻഡ് വൺ HGC. V3 V2 വന്നു, V2 V5 വന്നു, V5 ടു V4. സോ ദാറ്റ് ഈസ് HGC. ഈ H എന്ന് പറഞ്ഞ എഡ്ജ് G ആൻഡ് C, അത് വേറൊരു പാത്ത് ഫ്രം V3 ടു V4. ഇനി വി ക്യാൻ ഓൾസോ ഫൈൻഡ് അനദർ പാത്ത് ദാറ്റ് ഈസ് HFDC. അപ്പോൾ എച്ചിൽ നിന്ന് ഈ വഴി വന്ന് ഇവിടെ വഴി അഗെയിൻ V4-ലെത്താം. സോ നമുക്ക് 3 ഡിഫറെൻറ്റ് പാത്ത്സ് ഇവിടെ പോസിബിളാണ്. അപ്പോൾ നമ്മൾ പാത്ത് മെട്രിക്സ് വരയ്ക്കുമ്പോൾ അതിൽ 3 റോസ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ എത്ര പാത്ത്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ അത്രയും റോസ്. ഇനി കോളംസ് ആയിട്ട് എന്താ ഉണ്ടാവുക? ഇവിടെ എത്ര എഡ്ജസ് ഉണ്ടോ അത്രയും കോളംസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് എ മുതൽ എച്ച് വരെ എഡ്ജസ് ഉണ്ട്. അപ്പോൾ അത്രയും നമ്മുടെ കോളംസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ റോസ് ആയിട്ട് 1, 2, 3 എന്തായിരിക്കും? 1, 2, 3 ഫസ്റ്റ് പാത്ത്, സെക്കൻഡ് പാത്ത്, തേർഡ് പാത്ത്. സോ ഒന്ന് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ 3/8 മെട്രിക്സ്. അപ്പോൾ 3 പാത്ത്സും ഉണ്ട്, 8 എഡ്ജസും ഉണ്ട്. അപ്പോൾ ഈ മെട്രിക്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പി എന്ന് പറഞ്ഞ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഫ്രം V3 ടു V4. ഇനി ഇതിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ എൻട്രീസ് 0 അല്ലെങ്കിൽ 1 ആണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാത്തിൽ ഏതൊക്കെ എഡ്ജസ് ആണുള്ളത്? എച്ചും ഇയും. അതുകൊണ്ട് ഇക്കും എച്ചിനും മാത്രം 1. ഇനി സെക്കൻഡ് പാത്തിലാണെങ്കിൽ HGC എഡ്ജസ് ആണുള്ളത്. സോ സിക്ക് ജിക്ക് എച്ചിന് 1. ഇനി തേർഡ് പാത്ത് കൺസിഡർ ചെയ്താൽ HFDC എഡ്ജസ് ആണുള്ളത്. അതുകൊണ്ട് നമ്മുടെ മെട്രിക്സിനുള്ളിൽ ആ 4 കോളത്തിൽ 1. ദാറ്റ് ഈസ് സി, ഡി, പിന്നെ എഫ് ആൻഡ് എച്ച്. എഫിന് 1 ഉണ്ട്, എച്ചിന് 1 ഉണ്ട്. സോ ദിസ് ഈസ് ദ പാത്ത് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. പി ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യുന്നു ഫ്രം വൺ വെർട്ടെക്സ് ടു അനദർ. അപ്പോൾ ഒരു വെർട്ടെക്സിൽ നിന്ന് വേറൊരു വെർട്ടെക്സിലേക്ക് ഏതെല്ലാം ഓൾട്ടർനേറ്റീവ് പാത്ത്സ് ഉണ്ടെങ്കിലും ആ ഓരോ പാത്തിനെ നമ്മൾ പാത്ത് മെട്രിക്സിൽ റോ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഒരു പാത്തിൽ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഡിനോട്ടഡ് ആസ് 1, അതർവൈസ് ഇറ്റ് വിൽ ബി 0. ഇനി പാത്ത് മെട്രിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഒബ്സർവേഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, എ കോളം ഓഫ് ഓൾ സീറോസ് കറസ്പോണ്ട് ടു ആൻ എഡ്ജ് ദാറ്റ് ഡസ് നോട്ട് ലൈ ഇൻ എനി പാത്ത് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇത് ഫസ്റ്റും സെക്കൻഡും രണ്ടും എന്താണ്? കോളം ഓഫ് ഓൾ സീറോസ് എന്ന് പറഞ്ഞതിന് മീനിങ് എന്താ? ഈ എ എന്ന് പറയുന്ന എഡ്ജും ഈ ബി എന്ന് പറയുന്ന എഡ്ജും ഈ V3 ടു V4 ഒരു പാത്തിനുള്ളിലും വരുന്നില്ല. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത പാത്ത്സ് ഏതൊക്കെയായിരുന്നു? ഇതായിരുന്നു ഫസ്റ്റ് വൺ, ഇതായിരുന്നു സെക്കൻഡ് വൺ, ഇതായിരുന്നു തേർഡ് വൺ. അതിലൊന്നും ഈ എയും ബിയും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പാത്തിലും വരാത്ത എഡ്ജസിൻ്റെ കേസിൽ അതിൻ്റെ കോളംസ് രണ്ടും എന്താണ്? കംപ്ലീറ്റ്ലി സീറോസ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഒബ്സർവേഷൻ.
എ കോളം ഓഫ് ഓൾ സീറോസ് കറസ്പോണ്ട് ടു ആൻ എഡ്ജ് ദാറ്റ് ഡസ് നോട്ട് ലൈ ഇൻ എനി പാത്ത് ബിറ്റ്വീൻ എക്സ് വൈ. എക്സിനും വൈക്കും ഇടയ്ക്കുള്ള പാത്ത്സ് നമ്മൾ കൺസിഡർ ചെയ്തതിൽ ഒരു പാത്തിലും വരാത്ത എഡ്ജസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം കംപ്ലീറ്റ്ലി സീറോ കോളംസ് ആയിരിക്കും. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി, എ കോളം ഓഫ് ഓൾ വൺസ് കറസ്പോണ്ട് ടു ആൻ എഡ്ജ് ദാറ്റ് ലൈസ് ഇൻ എവറി പാത്ത് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എക്സും വൈയും തമ്മിൽ നമ്മളിപ്പോൾ 3 പാത്ത് കൺസിഡർ ചെയ്തു. 3 പാത്തിലും കോമൺ ആയിട്ട് വരുന്നൊരു എഡ്ജ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോളത്തിൽ എന്തായിരിക്കും, എല്ലാം 1 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, എച്ച് ഇവിടെയുണ്ട്, എച്ച് ഇവിടെയുണ്ട്, എച്ച് ഇവിടെയുണ്ട്. സോ ദാറ്റ് മീൻസ് എച്ചിൻ്റെ കോളത്തിൽ കംപ്ലീറ്റ്ലി വൺസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ഒരു എഡ്ജ് V3 to V4 എല്ലാ പാത്തിലും വരുന്നുണ്ട്. ഇപ്പോൾ ഇത് കൺസിഡർ ചെയ്താലും സെക്കൻഡ് വൺ ആണെങ്കിലും തേർഡ് വൺ ആണെങ്കിലും അതിലെല്ലാം ഈ ഒരു എഡ്ജ് കോമൺ ആയതുകൊണ്ട് അതിൻ്റെ കോളംസിലെല്ലാം വൺസ് ആയിരിക്കും. തേർഡ് പ്രോപ്പർട്ടി, ദർ ഈസ് നോ റോ വിത്ത് ഓൾ സീറോസ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഒരു റോയിലും കംപ്ലീറ്റ്ലി സീറോസ് വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു റോ നമുക്ക് വരേണ്ട ആവശ്യമില്ല. നമ്മൾ റോ ആഡ് ചെയ്യുന്നപ്പോഴാണ് ഒരു പർട്ടിക്കുലർ വെർട്ടെക്സ് മുതൽ വേറൊരു വെർട്ടെക്സ് വരെ ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ റോ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ റോ ആഡ് ചെയ്ത് അറ്റ്ലീസ്റ്റ് അതിൽ ഒരെങ്കിലും എന്തായിരിക്കും, 1 ഉണ്ടാവണം. Then the ring sum of any two rows in Pxy corresponds to a circuit or an edge disjoint union of circuits. അപ്പോൾ നമ്മളിവിടെ 2 റോസ് എടുക്കുക, റിംഗ് സം ചെയ്യാം. അപ്പോൾ നമ്മൾ സെക്കൻഡും തേർഡുമാണ് കൺസിഡർ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് രണ്ടും കൺസിഡർ ചെയ്ത് നോക്കുക. ഇതിൽ നമ്മൾ റിംഗ് സം എടുക്കുക. റിംഗ് സം എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, കോമൺ ആയിട്ടുള്ള എഡ്ജസിനെ ഒഴിവാക്കും, ബാക്കിയുള്ളതിനെ കീപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ എച്ച് ഉണ്ട്, ഇവിടെ എച്ച് ഉണ്ട്, ഇവിടെ സി ഉണ്ട്, ഇവിടെയും സി ഉണ്ട്. അപ്പോൾ ആ കോമൺ എഡ്ജസിനെ നമ്മൾ ഒഴിവാക്കി. റിമൈൻഡ് ആയിട്ടുള്ള എന്താണ്, ജി ഉണ്ട്, എഫ് ഉണ്ട്, ഡി ഉണ്ട്. ദിസ് ഈസ് ജി, ദിസ് ഈസ് എഫ് ആൻഡ് ദിസ് ഈസ് ഡി. ഇവിടെ എന്താണ് ഫോം ചെയ്തത്, ഒരു സർക്യൂട്ട് ഫോം ചെയ്തു. ഏത് ഫിറ്റ് ഫോം ഓഫ് സർക്യൂട്ട് അല്ലെങ്കിൽ എഡ്ജ് ഡിസ്ജോയിൻറ്റ് യൂണിയൻ ഓഫ് സർക്യൂട്ട്സ്, 2 സർക്യൂട്ട്സിൻ്റെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സർക്യൂട്ട്സിൻ്റെ യൂണിയൻ ആയിട്ടാണെങ്കിൽ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ ഒബ്സർവേഷൻസ് റിലേറ്റിംഗ് പാത്ത് മെട്രിക്സ്. നെക്സ്റ്റ് ഇതിനെ ബേസ് ചെയ്തിട്ടൊരു തിയറം ഉണ്ട്. നമ്മളുടെ ഇൻസിഡൻസ് മെട്രിക്സും പാത്ത് മെട്രിക്സും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഈ തിയറം. നമ്മളുടെ ഒരു കണക്റ്റഡ് ഗ്രാഫ് ഉണ്ട്. അപ്പോൾ 2 മെട്രിക്സിൽ നമ്മൾ കോളംസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, എഡ്ജസ് ആണ്. ഇപ്പോൾ ഇൻസിഡൻസ് മെട്രിക്സ് നമ്മൾ എ വെച്ച് ഡിനോട്ട് ചെയ്യുന്നു, അതിൽ റോസിൽ വെർട്ടീസുകളാണ് വരുന്നത്, കോളംസിൽ എഡ്ജസും. ഇനി പാത്ത് മെട്രിക്സിലാണെങ്കിൽ റോസിൽ എന്ത് വരും, ഓരോ പാത്തുകളായിരിക്കും വരിക, കോളത്തിൽ എഡ്ജസും. അപ്പോൾ ഇൻസിഡൻസ് മെട്രിക്സും പാത്ത് മെട്രിക്സും നമ്മൾ റിലേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. എ ഇൻറ്റു പി ട്രാൻസ്പോസ് ഓഫ് എക്സ് കോമ വൈ. അപ്പോൾ എ എന്ന് പറയുന്നത് നമ്മളുടെ ഇൻസിഡൻസ് മെട്രിക്സ്. ഇനി പി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, എക്സ് ടു വൈ 2 വെർട്ടീസുകൾ ചൂസ് ചെയ്തിട്ട് നമ്മളൊരു പാത്ത് മെട്രിക്സ് എഴുതി, ഇനി അതിൻ്റെ ട്രാൻസ്പോസാണ് ഈ പി ട്രാൻസ്പോസ് ഓഫ് എക്സ് കോമ വൈ. അപ്പോൾ ഇൻസിഡൻസ് ഇൻറ്റു ട്രാൻസ്പോസ് ഓഫ് പാത്ത് മെട്രിക്സ് നമുക്ക് എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് അനദർ മെട്രിക്സ് എം. ഇനി ഈ എമ്മിൻ്റെ പ്രോപ്പർട്ടിയാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. എം ഹാസ് വൺസ് ഇൻ 2 റോസ്. ഈ എം എന്ന് പറയുന്ന മെട്രിക്സിൽ 2 റോയിൽ 1 ആയിരിക്കും. ഏതൊക്കെ റോയിലായിരിക്കും, ഈ എക്സിൻ്റെ റോയിലും ഈ വൈയുടെ റോയിലും 1s ആയിരിക്കും വാല്യൂസ് ഉണ്ടാവുക. ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി സീറോസ് ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ തന്നെ നോക്കാം. നമ്മളുടെ എക്സാമ്പിൾ ഗ്രാഫ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പാത്ത് മെട്രിക്സാണ് എഴുതിയിരിക്കുന്നത്, പാത്ത് ഫ്രം V3 to V4. സോ ദിസ് ഈസ് എ പാത്ത് മെട്രിക്സ്. ഇനി ഈ കാണിച്ചിരിക്കുന്നത് ഇതേ ഗ്രാഫിൻ്റെ ഇൻസിഡൻസ് മെട്രിക്സ് ആണ് ഈ ഫസ്റ്റ് പോർഷൻ. ഇൻസിഡൻസ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്, ഇവിടെ വെർട്ടീസുകളും ഇവിടെ എഡ്ജസും. ഇവിടെ നമുക്ക് എത്ര വെർട്ടീസ് ഉണ്ട്, V1 to V6 വരെ വെർട്ടീസുകളുണ്ട്. അതുകൊണ്ട് 6 റോസ്, V1, V2, V3, V4, V5, V6. ഇവിടെ നമ്മളുടെ എഡ്ജസ്. അപ്പോൾ ദിസ് ഈസ് ഇൻസിഡൻസ് മെട്രിക്സ്. ഇത് നമ്മളുടെ കറസ്പോണ്ടിങ് പാത്ത് മെട്രിക്സ്. 2 വെർട്ടീസിൽ V3 V4 തമ്മിലുള്ള പാത്താണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, എ ഇൻറ്റു പി ട്രാൻസ്പോസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ പി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ പാത്ത്, അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. ട്രാൻസ്പോസ് കണ്ടുപിടിക്കണമെങ്കിൽ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുക. ദാറ്റ് ഈസ് ഫസ്റ്റ് റോ എടുത്തു, ഇവിടുത്തെ ഫസ്റ്റ് റോ എടുക്കുക, ഇവിടുത്തെ ഫസ്റ്റ് കോളം ആക്കി, ഇവിടുത്തെ സെക്കൻഡ് റോ എടുത്തു, സെക്കൻഡ് കോളം ആക്കി, ഇവിടുത്തെ തേർഡ് റോ എടുത്തു, തേർഡ് കോളം ആക്കി. സോ ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് പി ട്രാൻസ്പോസ്. ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് റോ എടുത്തു, ഫസ്റ്റ് കോളം എടുത്തു, മൾട്ടിപ്ലൈ ചെയ്തു, ഫസ്റ്റ് റോ എടുത്തു, സെക്കൻഡ് കോളം എടുത്തു, മൾട്ടിപ്ലൈ ചെയ്തു, അതുപോലെ തേർഡ് റോ എടുത്തു, മൾട്ടിപ്ലൈ ചെയ്തു. നമ്മുടെ റിസൾട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, V3 V4 ആ 2 റോയിൽ മാത്രം നമുക്ക് 1 കിട്ടും, ബാക്കിയെല്ലാം സീറോസ് ആയിരിക്കും. പിന്നെ അരിത്മെറ്റിക്കിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ മെട്രിക്സിലെ കാൽക്കുലേഷൻസ് എല്ലാം അരിത്മെറ്റിക് മോഡുലോ 2 ആണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് വാല്യൂ കിട്ടിയാലും നമ്മളതിനെ 2 ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്ത് 0 or 1 നമ്മൾ ആൻസർ എത്തിക്കും. അപ്പോൾ നമ്മുടെ മെട്രിക്സ് പ്രോഡക്റ്റിന് റിസൾട്ട് എന്ത് കിട്ടി, V3 V4 റോസിൽ മാത്രം 1 കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ പാത്ത് മെട്രിക്സ് ഏതൊക്കെ തമ്മിലുള്ള പാത്തിനെയായിരുന്നു ഡിനോട്ട് ചെയ്തിരുന്നത്, ഈ പാത്ത് മെട്രിക്സിൽ നമ്മൾ ഡിനോട്ട് ചെയ്തത് V3 to V4 പാത്ത്സ് ആയിരുന്നു കൺസിഡർ ചെയ്തത്. അപ്പോൾ എ ഇൻറ്റു പി ട്രാൻസ്പോസ് ചെയ്തപ്പോൾ നമ്മുടെ റിസൾട്ട് എന്താണ്, വി വിൽ ഗെറ്റ് അനദർ മെട്രിക്സ് എം. അതിലേതൊക്കെ റോസ് ആയിരിക്കും 1, ഈ എക്സിൻ്റെയും ഈ വൈയുടെയും, അതായത് V3യുടെയും V4ൻ്റെയും റോസിൽ മാത്രമേ നമുക്ക് 1s കിട്ടും, ബാക്കി എല്ലാ റോസിലും സീറോസ് ആയിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഓഫ് പാത്ത് മെട്രിക്സ്.